അപ്രതീക്ഷിതമായി വന്ന് തിയേറ്ററിൽ വമ്പൻ ഹിറ്റടിച്ച ചിത്രമായിരുന്നു ജയ 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 ഹേ. ആ ചിത്രത്തിന്റെ സംവിധായകനായ ബിപിൻ ദാസും കുഞ്ഞിരാമായണം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ റൈറ്ററായ ദീപു പ്രദീപ് ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. എന്തുകൊണ്ടാണ് ഡയറക്ടറിന്റെയും റൈറ്ററിന്റെയും പേര് പറഞ്ഞു എന്നാൽ അഭിനേതാക്കളുടെ പേര് പറഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ബേസിൽ ജോസഫും അതുപോലെ തന്നെ പൃഥ്വിരാജ് സുകുമാരനുമാണ്. അവരുടെ പേര് എടുത്തു പറയേണ്ട തന്നെ ആവശ്യമില്ല. അവരൊരു മിനിമം ഗ്യാരണ്ടി ചിത്രം തരും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ ഇതിന്റെ റൈറ്ററും ഡയറക്ടറും ആരാണെന്ന് ഞാനൊന്ന് ചകഞ്ഞപ്പോഴാണ് ഇവർ രണ്ടുപേരുമാണെന്ന് അറിയുന്നത്. അപ്പം തന്നെ നമുക്ക് ഒരു സമാധാന ഫീൽ കിട്ടിയിരുന്നു. ഈ ചിത്രം ഒരു മിനിമം ഗ്യാരണ്ടി സാധനമെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രം ഇറങ്ങിയ ദിവസം തന്നെ ഇത് കാണാമെന്ന് തീരുമാനിക്കുന്നതും പാലക്കാട് ആരോമ തിയേറ്ററിൽ തന്നെ ഈ പടം പോയി കാണുന്നതും. എന്തായാലും ചിത്രം കണ്ടു. ചിത്രം കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിൻമോ ഷായ്. ജയ 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 എന്ന് പറയുന്ന വമ്പൻ ഹിറ്റിന് ശേഷം ബിപിൻ ദാസ് എന്ന ഡയറക്ടറിന്റെ ഏറ്റവും പുതിയ ചിത്രം, ബേസിൽ ജോസഫ്, പൃഥ്വിരാജ് സുകുമാരൻ, നിഖില, അനശ്വര രാജൻ തുടങ്ങി ഒരു വമ്പൻ കാസ്റ്റ് ആൻഡ് ക്രൂവോട് കൂടി വന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ഒരുപാട് പ്രത്യേകത ഈ ചിത്രത്തിനുണ്ട്. ഒന്ന്, ബേസിൽ ജോസഫ് എന്ന ആക്ടറും അതുപോലെ തന്നെ പൃഥ്വിരാജ് എന്ന മഹാനടനും ഒന്നിക്കുന്ന ഒരു ചിത്രം, അതും ഒരു കോമഡി ചിത്രം. ബിപിൻ ദാസ് എന്ന് പറയുന്ന ഡയറക്ടർ, കുഞ്ഞിരാമായണം ഏറ്റവും കൂടുതൽ ഇപ്പോഴും റീവാച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഗംഭീര ചിത്രമായിട്ടുള്ള കുഞ്ഞിരാമായണത്തിന്റെ റൈറ്ററായിട്ടുള്ള ദീപു പ്രദീപിന്റെ സ്ക്രിപ്റ്റ്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ ചിത്രത്തിനുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കോമഡി ആർട്ടിസ്റ്റുകൾ, ചെറിയ ഇപ്പം സ്റ്റാർ മാജിക്കിൽ വന്ന ആൾക്കാരാവട്ടെ, അതുപോലെ തന്നെ നമ്മുടെ കോമഡി ഉത്സവത്തിൽ വന്ന ആൾക്കാരാകട്ടെ, അങ്ങനെ തുടങ്ങി അതിലെല്ലാം തിളങ്ങിയ താരങ്ങളെ തന്നെ കണ്ടെത്തി അവരെ എല്ലാം ഉൾപ്പെടുത്തി ഒരു വമ്പൻ സെറ്റപ്പോട് കൂടി യോഗി ബാബു, എടുത്തു പറയേണ്ട ഒരാളാണ് നമ്മുടെ തമിഴ്നാടൻ യോഗി ബാബു, ഇവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വമ്പൻ കാസ്റ്റ് ആൻഡ് ക്രൂവോട് കൂടി വന്ന ഒരു ഭയങ്കര പ്രതീക്ഷ, അനൗൺസ്മെന്റ് സമയം മുതൽ പ്രതീക്ഷ നൽകിയ ഒരു ചിത്രമായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ. അങ്ങനെ ചിത്രം തിയേറ്ററിൽ വന്നിരിക്കുകയാണ്. ചിത്രം എങ്ങനെ ഉണ്ട് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, തിയേറ്ററിലിരുന്ന് ഗംഭീരമായിട്ട് മനസ്സ് നിറഞ്ഞ് ചിരിച്ച് സന്തോഷിച്ച് മനസ്സ് നിറഞ്ഞ് ഇറങ്ങി വരാൻ പറ്റിയ ഒരു അടിപൊളി ക്ലീൻ ഫാമിലി കോമഡി എന്റർടൈനറാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ഒന്നും പറയാനില്ല. കുറേ നാളുകൾക്ക് ശേഷം ഒരുപാട് ചിരിച്ച ഒരു തിയേറ്ററിൽ നിന്ന് ഒരുപാട് മനസ്സറിഞ്ഞ് ചിരിച്ച ഒരു നിമിഷമായിരുന്നു കഴിഞ്ഞു പോയത്. കാരണം അത്രയേറെ എൻജോയ് ചെയ്യാനുള്ള കണ്ടന്റുകൾ ചിത്രത്തിലുണ്ടായിരുന്നു. വെറുതെ അനാവശ്യമായിട്ട് ഉണ്ടാക്കിയെടുത്ത കുറേ കോമഡികളൊന്നുമല്ല, വൾഗറായിട്ടുള്ള ഒരു കോമഡിയില്ല. ഇത് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ, എന്നാൽ എത്രത്തോളം അതിൻ്റെ ലോജിക്കിൽ പിടിച്ച് കോമഡി ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്തു വെച്ചിട്ടുണ്ട്. ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് ഓരോ കോമഡിയും. അതിൻ്റെ അകത്ത് ക്യാമിയോ അപ്പിയറൻസ് ആകട്ടെ, അതുപോലെ തന്നെ ഈ അടുത്ത് സോഷ്യൽ മീഡിയ ഭരിച്ച കുറേ കോമഡി സാധനങ്ങളാകട്ടെ, അതിനെയൊക്കെ റീക്രിയേറ്റ് ചെയ്തും ഈ ചിത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ലൊരു ഫീല് നൽകാൻ ചിത്രത്തിന് സാധിച്ചു. ഓവറോൾ അതിനകത്ത് പറയാനും അവർ ഉദ്ദേശിച്ച കാര്യവും നല്ല രീതിയിൽ കൺവേ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസിൽ പൃഥ്വിരാജ് കോമ്പിനേഷൻ അത് നല്ല രീതിയിൽ വർക്കൗട്ടും ആയിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു പോസിറ്റീവായിട്ട് തന്നെ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവർ രണ്ടുപേരുടെയും ഒരു കോമ്പിനേഷൻ, ഒരു ബ്രൊമാൻസ് സാധനമൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് നല്ല മൊമെന്റ്സ് ഇവരുടെ ഗിവ് ആൻഡ് ടേക്ക് കുറേ കോമഡി സാധനങ്ങളെല്ലാം നല്ല രീതി, കൗണ്ടേഴ്സ് ഒക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇവർ രണ്ടുപേരുടെയും വിളയാട്ടം കാണാൻ പറ്റുമായിരുന്നു. അതാണ് ഇതിന്റെ ശരിക്കും പറഞ്ഞുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ ബാക്കി ആർട്ടിസ്റ്റുകളും, ജഗദീഷ് ചേട്ടനുണ്ട്, യോഗി ബാബു ഉണ്ട്, ഈ അനശ്വര രാജനാകട്ടെ, അതുപോലെ തന്നെ നിഖിലയാകട്ടെ, ഇവരൊക്കെ എല്ലാവർക്കും നല്ല റോളുകൾ തന്നെയാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുന്നത് നിഖിലയാണെന്ന് തോന്നുന്നു. പക്ഷെ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ അതിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അവരവരുടെ റോളുകൾ നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പ്രസന്റ് ചെയ്തു എന്നുള്ളതിനാണ് അതിൻ്റെ അത് കാര്യം ഇരിക്കുന്നത്. അവരുടെ നോട്ടത്തിൽ തന്നെ കുറേ ഹ്യൂമറൊക്കെ വർക്കൗട്ട് ആകുന്ന സാധനങ്ങളൊക്കെ കൺവേ ചെയ്തിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് തിയേറ്ററിൽ. പിന്നെ എടുത്ത് പറയേണ്ട ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിന് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു മൂഡാണ്. അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിൻ്റെ അകത്ത് ഉൾപ്പെടും, അതുപോലെ തന്നെ ക്യാമറ ഉൾപ്പെടും. ക്യാമറ ആംഗിളൊന്നും ഭയങ്കര സംഭവമൊന്നും അല്ല, നോർമൽ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒരു കോമഡി ചിത്രത്തിന് എന്തൊക്കെയാണോ വേണ്ട, ഒരു ഫീൽ ഗുഡ് സാധനത്തിനൊക്കെ എന്തൊക്കെയാണോ വേണ്ടത് ആ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. എന്നാൽ അതിന് മുകളിൽ കുറേ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്.
കുറേ റിട്രോ സാധനം മ്യൂസിക്കുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പക്ക പ്ലേസിംഗ് ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. മികച്ച രീതിയിൽ തന്നെ പ്ലേസ് ചെയ്യാനും മികച്ച രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാനും സാധിച്ചു. അതുപോലെ തന്നെ പാട്ടുകളെല്ലാം നല്ല ഗംഭീരമായിരുന്നു. തിയേറ്ററിൽ കേൾക്കാൻ അത് നല്ല രസമുണ്ടായിരുന്നു. കാതുകൾക്ക് നല്ല ഒരു രസമുണ്ടായിരുന്നു. അതുപോലെ നല്ല ലൗഡായിരുന്നു. ഓരോ മൊമെന്റിൽ ആ പാട്ടുണ്ടാക്കുന്ന ഒരു ഹൈ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ കൺവേ ആവുകയും ചെയ്തു. ചിത്രത്തിൽ അങ്ങനെ എടുത്തു പറയേണ്ടത്തക്ക ഒരു നെഗറ്റീവ് സൈഡോ കാര്യങ്ങളോ ഒന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. എന്നാലും കുറച്ച് ലോജിക്കൽ പ്രശ്നങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് എനിക്ക് തോന്നി. അത് ചിത്രത്തിന്റെ തുടക്കഭാഗങ്ങളിൽ ഉണ്ടായ ഒരു സാധനങ്ങളൊക്കെയാണ്. അത് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്യുവറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന ചിത്രം. ഫസ്റ്റ് ഹാഫ് ഒരു നല്ല നിറഞ്ഞ കോമഡിയും കാര്യങ്ങളും കുറേ സസ്പെൻസും സാധനങ്ങളും ഒക്കെ വെച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതൊരു ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ഇൻ്റർവൽ പോർഷൻ എത്തുമ്പോഴേക്കും ഒരു ബ്ലാസ്റ്റോട് കൂടിയാണ് അതവിടെ നിർത്തുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി എന്നുള്ള രീതിയിൽ വളരെ ത്രില്ലിംഗ് ആയ രീതിയിൽ അതിനെ എങ്ങനെ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതിലാണ് കഥ മുമ്പോട്ട് പോകുന്നത്. അതുപോലെ പ്രീ ക്ലൈമാക്സ് പോർഷനൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടാണ്. അവിടെ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലൈമാക്സും വളരെ ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിൽ നല്ല ഫൺ എലമെന്റ്സ് എല്ലാം ആഡ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ ഒരു ടെയിൽ എൻഡും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് സെറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിന്റെ സെറ്റ് ഇട്ടതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു സെറ്റ് ഇട്ടിട്ടാണ് ഇവർ ഗുരുവായൂർ അമ്പലത്തിന്റെ പോർഷന് ക്ലൈമാക്സ് സമയത്തുള്ള പോർഷനുകളെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിരുന്നു. ഒരിക്കലും അതൊരു സെറ്റാണെന്ന് ഒരു സൈഡിൽ നിന്ന് പോലും പറയുന്നില്ല. ഒരുപാട് ക്ലോസ് ഷോട്ടുകളാണ് യൂസ് ചെയ്തതെങ്കിൽ കൂടി ആ ഗുരുവായൂർ അമ്പലത്തിന്റെ ഒരു ആംബിയൻസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചില്ലറ കളിയല്ല. ഗംഭീരമായിട്ട് അത്ര ക്രൗഡിനെ വെച്ച് സൂപ്പറായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല. അതെല്ലാം ഗംഭീര വർക്കായിരുന്നു. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാനുള്ള ഒരു വാക്കുണ്ട്, എല്ലാം മുകളിലിരുന്ന ഒരാൾ കാണുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ മറ്റൊരു രീതിയിൽ അവരുടേതായ ഒരു സാങ്കല്പികമായ രീതിയിൽ അതിനെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട് ഈ ചിത്രത്തിൽ. അത് നല്ല രീതിയിൽ വർക്കൗട്ടും ആയിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു സർപ്രൈസാണ്. അതിനെ അവസാനം ഒരു മിത്തായിട്ട് അല്ലെങ്കിൽ ഒരു സിംബോളിക്കായിട്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്തത് നല്ല രസമായിട്ട് തോന്നി. അതൊരു സൂപ്പറായിട്ട് തോന്നി. ഓവറോൾ മൊത്തത്തിൽ നോക്കുമ്പം ഈ ചിത്രം ഗംഭീര എൻ്റർടൈനറാണ്. ഒന്നും പറയാനില്ല. ഈ അടുത്തിറങ്ങിയ കോമഡി ചിത്രങ്ങൾ എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു ചിത്രമാണ്. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ തിയേറ്ററിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. എന്തായാലും തിയേറ്ററിൽ പോയി കാണാൻ താല്പര്യമുള്ളവർ തിയേറ്ററിൽ തന്നെ പോയി കാണുക. എന്തായാലും തിയേറ്ററിൽ കണ്ട് ചിരിച്ച് എൻജോയ് ചെയ്ത് വരാനുള്ള ഒരു വക ഈ ചിത്രത്തിലുണ്ട്. എന്തായാലും താല്പര്യമുള്ളവർ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പുതിയൊരു യൂട്യൂബ് ചാനലും കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പുക്കുട്ടൻ സ്റ്റോറീസ് എന്നാണ് ചാനലിൻ്റെ പേര്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രാവലിംഗ് ആകട്ടെ അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന പല കാര്യങ്ങളും ഇടാൻ പറ്റിയ ഒരു സ്പേസ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം ഈ ചാനലിന് തരുന്ന അതേ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ആ ചാനലിനും തരിക. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. എന്തായാലും താല്പര്യമുള്ളവർ പോയി ആ ഫസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കുക. പിന്നെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. കാരണം പുതിയ വീഡിയോസ് ഇടുമ്പോൾ അപ്പോഴേ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.